വരെയും ഉടയവരും ആരാണ് എന്ന് തിരിച്ചറിയപ്പെടാനാകാത്ത ഒരു സാഹചര്യവും ദുഃഖവും ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം രൂപമാറ്റം സംഭവിച്ച മൃതദേഹമെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രം ഒക്കെയാണ് ഇന്ന് സംസ്കരിക്കുന്നത്. സർവമത പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന് ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്കുന്നുമാകുന്നു. മനുഷ്യരുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ ഓടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്കുന്നവനാകുന്നു. മനുഷ്യരുറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം. മൂന്നിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ ഈ പ്രിയപ്പെട്ട ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആശ്രയിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ദിവസത്താൽ ഈ ആത്മാക്കളുടെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവമത പ്രാർത്ഥനയാണ് നടന്നത്. സംസ്കാര ചടങ്ങുകൾ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെയും ചൂരൽമല ശിവക്ഷേത്രത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട കർമ്മി ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ ഹൈന്ദവ മതാചാര പ്രകാരമുള്ള കർമ്മം ഇവിടെ നടത്തുകയാണ്. അന്തിമ കർമ്മം പ്രിയപ്പെട്ട ശ്രീ സുനിൽദാസ് സ്വാമിയും സാന്നിധ്യമായിരുന്നു. വന്ദന മൃത്യോർമോക്ഷീയമാ അമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകിമബന്ധനാത് മൃത്യോർമോക്ഷീയ മാ അമൃതാത്. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. ഓരോന്നില്ലൊന്നുമേ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിപ്പോ. കാത്തുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനെ ഗണേ.
നീ അയക്കുന്നു നിർത്തുന്നു, നീ നിർത്തുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ. നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ക്രിയ മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവ, സർവകർമ്മൈക്യ സാക്ഷിനി. എല്ലാം ഒടുക്കം വന്നൈക്യമടയും ശാന്തിതമാമാം ദൈവമേ നിന്റെ കാരുണ്യം. പരേതാത്മാവിനെ ഗണേ, ദൈവമേ നിന്റെ സായുജ്യം. പരേതാത്മാവിനെ ഗണേ, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. രാമ 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 പാഹിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഓം നമഃ ശിവായ. ഓം നാരായണായ. ബഹുമാന്യനായ മുസ്തഫൽ ഫൈസി ഖത്തീബ് മേപ്പാടി, അദ്ദേഹം നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു. സയ്യിദ് അബ്ദുറഹിമാൻ മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ നമസ്കാരം. അതിനുള്ള സൗകര്യം പിറകിലുള്ളവർ ഒന്ന് ക്രമീകരിച്ച് ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ശ്രദ്ധിക്കുക, സ്വപ്പ് ക്ലിയറായി നിൽക്കണം. നാം മനസ്സിലാക്കിയതുപോലെ നിയത്ത് ചെയ്യേണ്ട രൂപം ഇമാമ് നിയത്ത് ചെയ്യുന്ന ജനാസകളുടെ മേലിൽ ഞാൻ നിസ്കരിക്കുന്നു. പ്രിയരെ, ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ യാത്രയപ്പ് നൽകുകയാണ്. വാക്കുകൾ മുറിഞ്ഞു പോകുകയും കണ്ണീര് വറ്റിപ്പോകുകയും ചെയ്ത വിവരണാതീതമായ ഈ അന്തരീക്ഷത്തിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവർക്ക് നിത്യശാന്തി നൽകുമാറാവട്ടെ. സ്വർഗലോകത്തിൽ അവരോടൊപ്പം ഒന്നിക്കുവാൻ ഒരു പുഞ്ചിരി സ്വർഗലോകത്തിൽ വെച്ച് അവർക്ക് സമ്മാനിക്കാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സർവശക്തനായ അള്ളാഹു ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതർക്കും ക്ഷമയും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.
الله أكبر الله أكبر السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആദരമർപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകളും മാറിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ആദരം ഉൾപ്പെടെ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് നിന്ന് മാറിയിരിക്കണം. മന്ത്രിമാർക്കും ബഹുമാന്യനായ ഈ വികാരപരമായ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ആദരം അർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അന്തിമോപചാരം അർപ്പിക്കുന്നു. അവസാനത്തെ ആദരം നൽകാൻ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ആർ രാജൻ. ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, ബഹുമാന്യനായ പാർലമെന്ററി കാര്യ പഞ്ചായത്തി രാജ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ്, ജില്ലാ കലക്ടർ മേഘശ്രീ IAS, ശ്രീ IC ബാലകൃഷ്ണൻ MLA, മുൻ മന്ത്രി ശ്രീ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാ രാമസ്വാമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി ശ്രീ ടി നാരായണൻ, പ്രിയപ്പെട്ട IG ശ്രീ സേതുരാമൻ, HML GM ശ്രീ ബിനിൽ ജോൺ, കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അവർ, ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു, ബഹുമാന്യനായ ADGP MR അജിത് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നാസർ, ശ്രീ രാജു ഹെജമാടി, ആദ്യത്തെ ബോഡി നമ്മൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിന് നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന PPE കിറ്റ് ധരിച്ചതായ ആളുകൾ മാത്രം ആ ബോഡി എടുത്ത് അടക്കം ചെയ്യേണ്ടതായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം അടുത്ത ബോഡി എടുക്കും. ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. വളരെ വേഗതയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇത് കഴിഞ്ഞാൽ 14 മൃതദേഹങ്ങളുടെ
അടക്കം ചെയ്യലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരാളും താഴോട്ട് പോകേണ്ടതില്ല. അതിന് നിശ്ചയിക്കപ്പെട്ട വോളണ്ടിയർമാർ മാത്രം ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അടക്കം ചെയ്യും. ഒരാളും അവിടെ താഴോട്ട് പോകേണ്ടതില്ല. അതിന് നിയോഗിക്കപ്പെട്ട വോളണ്ടിയർമാർ മാത്രം താഴോട്ട് പോയാൽ മതി. ദുരന്തത്തിൽ തിരിച്ചറിയാനാകാത്ത 189 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം 14 മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കാൻ പോകുന്നു. നോവുന്ന കാഴ്ചകളാണ് വയനാട് സമ്മാനിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിന് കാണേണ്ടി വരരുതേ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. തിരിച്ചറിയാൻ ആകാത്ത മൃതദേഹങ്ങളും ഒപ്പം ശരീരാവശിഷ്ടങ്ങളും ഉൾപ്പെടെ 14 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ആദ്യമായി നടക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റേതുൾപ്പെടെയുള്ള ആദരമർപ്പിച്ച് സർവമത പ്രാർത്ഥന കഴിഞ്ഞു. ഇനി മൃതദേഹങ്ങൾ ഓരോ കൂട്ടസംസ്കാരത്തിനായി അവിടേക്ക് എത്തുകയാണ്. അവിടെ നേരത്തെ തന്നെ തയ്യാറാക്കിയ സംസ്കാര ചടങ്ങിനായി എടുത്ത കുഴികൾ നമുക്ക് കാണാം. അവിടേക്ക് മാറ്റുകയാണ്. കർശന നിയന്ത്രണങ്ങളാണ്. PPE കിറ്റ് ധരിച്ചവർ മാത്രം അവിടേക്ക് കടന്നാൽ മതി എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് തരുന്നുണ്ട്. എന്തായാലും ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് ഒരിടത്ത് ജീവിച്ചവർ ഒരുമിച്ച് മടങ്ങുന്നു, അതും തിരിച്ചറിയാൻ പെടാതെ എന്ന ഒരു സാഹചര്യമാണ് നമുക്ക്